ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്ലാഗിനെ കുറിച്ചാണ്. ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെറിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. അപ്പോൾ ആ സെലിബ്രേഷന് പോയിട്ട് അത് ഏതാണ്ട് അവസാനിച്ചപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു റെസിഡൻറ്റ് ഇവിടുത്തെ കുട്ടികൾക്കായിട്ട് വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുകയുണ്ടായി. അതായിരുന്നു ഈ ഫ്ലാഗ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഓരോ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ കഴിയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 1 മില്യൺ ഫ്ലാഗ്സ് വരെ ഗാർബേജ് സ്ഥലത്ത് അടിഞ്ഞുകൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ കുറച്ച് പേപ്പർ കൊണ്ട് നിർമ്മിച്ച ഫ്ലാഗ്സും ഉണ്ട്. പലപ്പോഴും നമ്മളങ്ങനെ ഫ്ലാഗിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. പക്ഷെ എന്നിരുന്നാലും അൾട്ടിമേറ്റ്ലി അത് പോയി ചേരുന്നത് ഇതുപോലത്തെ ഗാർബേജ് സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? ഒരു വിധത്തിൽ നോക്കിയാൽ ഒരു ഡിസ്റെസ്പെക്റ്റാണ്. മറ്റു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വേസ്റ്റാണ് അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എൻവയൺമെൻറ്റിനും അത് വളരെയധികം കേടാണ്. അപ്പോൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലാഗാണിത്. ഇത് ബയോഡിഗ്രേഡബിൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്. മാത്രമല്ല ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ധാരാളം സീഡ്സ് എംബെഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണവുമുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം മരങ്ങളും ചെടികളും ഉള്ള ഒരു വീട്ടിലായിരിക്കും വളർന്നത്. പക്ഷെ അതും ഇന്നത്തെ കുട്ടികൾ വളരുന്ന സാഹചര്യവും കൂടി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും മാക്സിമം ആൾക്കാരും ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സിലും ഒരു കോൺക്രീറ്റ് ജംഗിളിലാണ്. അതായത് ധാരാളം ബിൽഡിങ്ങുകളും വളരെ ചുരുക്കം ചെടികളും മരങ്ങളും ഉള്ള സ്ഥലങ്ങളിലായിരിക്കും മാക്സിമം ആൾക്കാരും താമസിക്കുന്നത്. അത് ജോലിക്കായിട്ടുള്ള റീസൺസ് കാരണമായി താമസിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പല റീസൺസും കൊണ്ട് ഇതുപോലെ ധാരാളം മരങ്ങളും ചെടികളും ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അറ്റ്ലീസ്റ്റ് പണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണ് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളത്. മാത്രമല്ല കുട്ടികൾക്ക് ഇതുപോലെ ചെടികൾ വളർത്തുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഉണ്ടാകുന്നതിനെക്കുറിച്ചും എന്തെങ്കിലും ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഒരു പൂവ് വരുന്നതിനെക്കുറിച്ചും ഒക്കെ അവർക്ക് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കിട്ടുന്നത് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 2 ചെറിയ ബാൽക്കണീസ് ആണുള്ളത്. അപ്പോൾ അതിൽ എന്നാൽ കഴിയുന്ന ചെറിയ രീതിയിൽ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ മോൾക്ക് അവിടെ വന്ന് അതിനെ വെള്ളം ഒഴിക്കാനും അതിലൊരു പൂവ് ഉണ്ടെങ്കിൽ അത് കണ്ട് പൂവാണ് എന്ന് പറയാനും ആ ഒരു സന്തോഷം വരുന്നതും ഒക്കെ എനിക്ക് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു ഗാർഡൻ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ധാരാളം കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഫ്ലാഗിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ ഏതാണ്ട് ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് നാഷണൽ ഫ്ലാഗ് എന്താണെന്ന് അറിയായിരിക്കും. അതുപോലെ തന്നെ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്ന് അറിയായിരിക്കും. വേസ്റ്റ് എന്താണ്, ഗാർബേജ് എന്താണെന്നൊക്കെ ഉള്ളത് കുറച്ചൊക്കെ അറിവ് വന്നു തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്കിതിനെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഫ്ലാഗ് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട ശേഷം ദിവസവും വാട്ടർ ചെയ്ത് ഇതുപോലെ സീഡ്സ് വരുന്നത് കാത്തവരിയ്ക്കുന്ന ഒരു നല്ലൊരു ഫൺ ആക്ടിവിറ്റി, അതുപോലെ തന്നെ ലേണിംഗ് ആക്ടിവിറ്റിയുമാണ് അത് കുട്ടികൾക്ക്. മാത്രമല്ല നേച്ചറുമായിട്ട് ഒരു കണക്ഷൻ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ചെടികൾ വളർത്തുന്നത് എങ്ങനെയാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ് വളരുന്നത്, നമ്മുടെ നേച്ചറിനെ നമ്മൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ വലിയ മരങ്ങൾ നമുക്ക് നടാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ പോലും ചെറിയ ചെടികളെങ്കിലും നമുക്ക് വളർത്താം. ഇതിപ്പോൾ ഫ്ലാഗ്സിൽ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇതുപോലത്തെ സീഡ് പേപ്പേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വെഡ്ഡിങ് ഇൻവൈറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻവിറ്റേഷൻസ് ആവട്ടെ, താങ്ക് യു കാർഡ്സ് ആവട്ടെ, ഹാപ്പി ബർത്ത്ഡേ കാർഡ്സ് ആവട്ടെ, ഇതെല്ലാം തന്നെ സീഡ് പേപ്പേഴ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിലേക്കായിട്ടൊരു സ്പെസിഫിക് കമ്പനീനെ കുറിച്ച് വായിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാം. അവർ ഈ വെഡ്ഡിങ് ഇൻവിറ്റേഷൻസും താങ്ക് യു കാർഡ്സും ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇതുപോലത്തെ പേപ്പേഴ്സിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചെറിയ രീതിയിൽ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി തിരിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ വളരെ വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതും കൂടി നോക്കാം. ഇത് നമ്മൾ സാധാരണ പ്ലാന്റ്സ് വാട്ടർ ചെയ്യുന്ന പോലെ ദിവസവും വെള്ളം നനച്ചു കൊടുക്കുക. ഏതാണ്ട് ഒരാഴ്ചയിൽ തന്നെ ഇത് സ്പ്രൗട്ട് ചെയ്ത് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.